അതിന് നിന്റെ സഹായം വല്ലതും ഞങ്ങൾ ചോദിച്ചോ? മനസ്സുകൊണ്ട് ഞാൻ നിങ്ങളുടെ കൂടെ രതികെ. ദേ കുട്ടി, ഒരു കാര്യം പറയാം. കുട്ടി എങ്ങനെയുള്ളവളാണെന്നോ എന്ത് സ്വഭാവക്കാരിയാണെന്നോ കൃത്യമായിട്ട് എനിക്കറിയില്ല. ഇനി മനസ്സുകൊണ്ട് ഞങ്ങളുടെ കൂടെയാണെങ്കിലും അത് വേണ്ട. ഇനി ഇതിന്റെ പേരില് നിന്റെ അമ്മായിയമ്മയായിട്ടും ഭർത്താവുമായിട്ട് അടികൂടാൻ ഞങ്ങളെ കൊണ്ട് പറ്റില്ല. നിന്റെ അമ്മായിമ്മ ആരാണെന്ന് നീ കണ്ടില്ലേ? അവരൊരു മനുഷ്യ സ്ത്രീയൊന്നല്ല. നീയും സൂക്ഷിച്ചോ. എന്റെ അടുത്ത് അവരുടെ വേല ഒന്നും ചെലവാവത്തില്ല. ചെറിയമ്മ പറഞ്ഞത് കേട്ടല്ലോ. ഞങ്ങളുടെ അടുത്ത് ഈ സേവ കൂടാനൊന്നും വരണ്ട. ഇതിനിടയ്ക്ക് മോൻ എവിടെ പോയിരുന്നു? അതമ്മേ, ഞാൻ ജഗനങ്ങളുടെ അടുത്തൊന്ന് പോയതാ. കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ? ആ, അറിഞ്ഞു. ഇത് ഋതുവിന്റെ വാശിയും മുൻകോപോ കാര്യങ്ങള് ഇവിടം വരെ എത്തിച്ചത്. ഇതിപ്പോ കുളങ്കലയ്ക്ക് പരുന്തിന് കൊടുത്തതുപോലെ ആയില്ലേ? അംബിക പരുന്തല്ല, കഴുകന. അപ്പോ ഞാനാണ് ഇതിന് ഉത്തരവാദി എന്നാണോ രാജു പറയുന്നത്? നീ നല്ലതിന് വേണ്ടി ഇതൊക്കെ ചെയ്തത്. പക്ഷെ എടുത്തുചാട്ടത്തിലൂടെ അല്ല ഇതൊന്നും കൈകാര്യം ചെയ്യേണ്ടത്. ഇക്കാര്യം പറഞ്ഞ് നിങ്ങൾ വഴക്ക് വേണ്ട. ഇത് വഴക്കല്ലമ്മേ. അല്ലെങ്കിലും എനിക്ക് മനസ്സിലായി ഈ കുറ്റപ്പെടുത്തലിന്റെ അർത്ഥം. ഋതു,